Hi students, welcome to ASF Academy. I am Femi. Today we are going to discuss the topic motivation. Motivation എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബിഹേവിയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റെഗുലർ ആയിട്ട് ഷോർട്ട് എസ്സേയിലോ ഷോർട്ട് ആൻസറിലോ എസ്സേയിലോ ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷനിലെ മീനിങ്, definition of motivation, features of motivation, importance of motivation and types of motivation. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വൺ ബൈ വൺ നോക്കാം. ഓക്കെ, മീനിങ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഹ്യൂമൻ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളൊരു കമ്പനി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എവരി മാനേജ്മെന്റ് ട്രൈ ടു കോർഡിനേറ്റ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു അച്ചീവ് ദയർ ഗോൾ അല്ലേ. അപ്പോൾ അവരുടെ കമ്പനിയിലെ ഫാക്ടേഴ്സിനെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവരുടെ കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാ മാനേജ്മെന്റും ട്രൈ ചെയ്യുക. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹ്യൂമൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, നോൺ ഹ്യൂമൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്. നോൺ ഹ്യൂമൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് മിഷൻസിന്റെ പെർഫോമൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെക്നോളജി. ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് ആണ് കമ്പനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റി തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ എംപ്ലോയീസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി 2 പോയിന്റ്സിലാണ്. ഫസ്റ്റ് വൺ പറയുന്നത് എബിലിറ്റി ടു വർക്ക്, അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി. സെക്കൻഡ് വൺ ആണ് മോട്ടിവേഷൻ. Suppose a person have an ability to work their job, but he or she did not get a proper motivation from their higher subordinate, it will affect their performance. Okay, അവർക്ക് ആ ജോലി ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ കൂടി അവർക്ക് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻസ് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റീനെ അല്ലെങ്കിൽ പെർഫോമൻസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനെ അതിൻ്റെ റണ്ണിങ്ങിനെ വളരെ അധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി മോട്ടിവേഷൻ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ദ വേർഡ് മോട്ടിവേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മോട്ടീവ് എന്നുള്ള വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ദ ആക്റ്റീവ് ഫോം ഓഫ് ഡിസയർ ഓർ നീഡ്സ്. നമുക്കൊരു ട്രിഗർ ചെയ്യുക, എന്തെങ്കിലും ഒരു ആവശ്യം, നീഡ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം നേടാനുള്ള ഒരു ട്രിഗർ ചെയ്യുന്നതിനെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. സോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ മീൻസ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയർ ആൻഡ് പ്രീഡിറ്റർമൈൻ ഗോൾ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പീപ്പിൾ അല്ലെ എംപ്ലോയീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടു അക്കംപ്ലിഷ് ദയർ ഡിസയർ ആൻഡ് പ്രീഡിറ്റർമൈൻ ഗോൾസ്. ഓൾറെഡി പ്രീഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റിംഗ് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറയുക? എൻകറേജ് ചെയ്യിപ്പിക്കുക, ആ വർക്ക് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കുന്നതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, next, it is the process of motivating individual to take an action in order to achieve the company goal അല്ലെങ്കിൽ achieve a goal. സെയിം തന്നെ വേറൊരു വേല് ആ ഒരു മീനിങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവരെ കൊണ്ട് ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കുക, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അതായത് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വന്ന് ജോയിൻ ചെയ്യുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒരു ആസ്പെക്റ്റ് അല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മിഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻഡിൽ വെച്ചിട്ടോ കൊടുക്കേണ്ടത്. ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്ത അന്ന് മുതൽ ആ വ്യക്തി റിസൈൻ ചെയ്യുന്ന അന്ന് വരെ ആ കമ്പനി റെഗുലറായിട്ട് ആ വ്യക്തിക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്തിരിക്കണം. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അതേപോലെ തന്നെ മോട്ടിവേഷൻ പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ മാത്രം നിൽക്കുന്നതല്ല. ഒരു ലോവർ ലെവൽ മാനേജ്മെന്റിലോ അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ മാത്രമോ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൾസോ എവറി സ്റ്റേജ് ഓഫ് ഓർഗനൈസേഷൻ പ്രോസസ്സ്. സോ ഓരോ ലെവലിൽ വരുന്ന മോട്ടിവേഷൻ്റെ രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. ലോ ലെവൽ എംപ്ലോയീസിന് കൊടുക്കുന്ന മോട്ടിവേഷൻ ആവില്ല ഹയർ ലെവലിലുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ലെവലിൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റസിൻ്റെ ലെവൽ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ മോട്ടിവേഷൻ എവറി സ്റ്റേജിലും അല്ലെങ്കിൽ എവറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ
It is the key to organizational effectiveness. ഒരു ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയുള്ള ഒരു കീ എലമെന്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനേഷൻ ഓഫ് മോട്ടിവേഷൻ ആണ്. നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ് പറയാൻ പോകുന്നത് മോട്ടിവേഷന്റെ, രണ്ട് ഓതേഴ്സിന്റെ. ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ഓതർ ലില്ലീസ്, സെക്കൻഡ് വൺ ജോർജ ടെറിയുടെ. ഫസ്റ്റ് ഡെഫിനിഷനിൽ അക്കോർഡിംഗ് ടു ലില്ലീസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റിമുലേഷൻ ഓഫ് എനി ഇമോഷൻ ഓർ ഡിസയർ ഓപ്പറേറ്റിംഗ് അപ്പോൺ വൺസ് വിൽ ആൻഡ് പ്രൊമോട്ടിംഗ് ഓർ ഡ്രൈവിംഗ് ഇറ്റ് ടു ആൻ ആക്ഷൻ. ഏതൊരു വ്യക്തിയുടെയോ ഒരു വില്ലിംഗ് ആണ് എന്തെങ്കിലും ഒരു ഡിസയർ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ, അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ, ആ ആക്ഷൻ വഴി അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. സ്റ്റിമുലേറ്റ്, ഇറ്റ് ഈസ് ദ സ്റ്റിമുലേഷൻ ഓഫ് എനി ഇമോഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക ഡിസയർ. ഇമോഷൻസ് പറയുന്നതിനേക്കാൾ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങളായി വരിക എപ്പോഴും. ഓപ്പറേറ്റിംഗ് അപ്പോൺ വൺസ് will and promoting or driving it to an actions. സെക്കൻഡ് വൺ പറയുന്നത് ഫസ്റ്റിനേക്കാൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു ജോർജ ടെറി, മോട്ടിവേഷൻ പറയുന്നത് എന്താ? മോട്ടിവേഷൻ ഈസ് ദ ഡിസയർ വിത്തിൻ എൻ ഇൻഡിവിജ്വൽ ദാറ്റ് സ്റ്റിമുലേറ്റ് ഹിം ഓർ ഹെർ ടു ആക്ഷൻ. ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഡിസയർ ആണ് വിത്തിൻ ഇൻഡിവിജ്വലിൽ വരുന്നത്. എന്ത് ചെയ്യും? ദാറ്റ് സ്റ്റിമുലേറ്റഡ് ഓർ എൻകറേജഡ്, അല്ലെങ്കിൽ അത് ടേൺ ചെയ്യണ എന്ത് ചെയ്യാണ്? ഹിം ഓർ ഹെർ ടു ആക്ഷൻ. എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വലിനെ ഡിസയർ ചെയ്യുന്ന, അവരുടെ ഡിസയർ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യുന്നതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ ആണ് നോക്കുന്നത്. മെയിൻലി 4 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇന്റേണൽ ഫീലിംഗ് ആൻഡ് ഫോഴ്സസ് എ പേഴ്സൺ ടു ആക്ഷൻ. മോട്ടിവേഷൻ പറയുന്ന ഒരു ഇന്നർ ഫീലിംഗ് ആണ്, ഇന്റേണലി ഒക്കർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നർ സ്റ്റേറ്റ് ആണ് ദാറ്റ് ജനറേറ്റ്, അല്ലെങ്കിൽ നമ്മളെ മൂവ് ചെയ്യാണ് ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫോഴ്സ് എ പേഴ്സൺ ടു ആക്ഷൻ, ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഓൾറെഡി പറഞ്ഞു, ഇതൊരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ആ വ്യക്തിയിൽ മോട്ടിവേഷൻ വേണം. ഒരു കമ്പനിയുടെ ബേസിസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആ കമ്പനിയിൽ ആ എംപ്ലോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലം, എത്ര ടൈം വരെ ആ എംപ്ലോയി ആ കമ്പനിയിലുണ്ട് അത്രയും ടൈമിലും ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് മോട്ടിവേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയാം. ഇറ്റ് വാരി ഫ്രം പേഴ്സൺസ് ടു പേഴ്സൺ ആൻഡ് ഫ്രം ടൈം ടു ടൈം. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിക്ക്, ഒരു എംപ്ലോയിൽ നിന്ന് വേറൊരു എംപ്ലോയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മോട്ടിവേഷൻ ലെവലിൽ വ്യത്യാസം ഉണ്ടാകും, മോട്ടിവേഷൻ കൊടുക്കേണ്ട രീതി വ്യത്യാസമാണ്. ചില എംപ്ലോയീസിന് മോട്ടിവേഷനിൽ വേണ്ട വരിക ഹയർ റിവാർഡ്സ് ആവും, ലൈക്ക് ബെറ്റർ സാലറി, അല്ലെങ്കിൽ സാലറി എന്തെങ്കിലും ഇൻക്രിമെൻറ്റേഷൻ ആയിക്കാണ്. ചില എംപ്ലോയീസ് സാലറി കൂടണം അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റേഷൻ ഉണ്ടാവണം എന്നാവില്ല. ആ എംപ്ലോയീസിന് അവിടെ വേണ്ട നല്ല രീതിയിൽ റെക്കഗ്നേഷൻ കിട്ടുക, അതായിരിക്കും കൂടുതൽ ആ വ്യക്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. ഹയർ എംപ്ലോയീസ്, ഹയർ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല റെക്കഗ്നേഷൻ കിട്ടുക, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുക എന്നൊക്കെ അല്ലേ കാരണം ചില എംപ്ലോയീസിനെ ട്രിഗർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ചില എംപ്ലോയീസിന് അതൊന്നും ആവില്ല, കൂടുതൽ സാലറി കിട്ടുക എന്നായിരിക്കും. അതേപോലെ ടൈം ടു ടൈം, ഓരോ ടൈമിനനുസരിച്ച് മോട്ടിവേഷൻ വ്യത്യാസം വരും. ആ ടൈമിൽ ഏതാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മോട്ടിവേഷൻ വരും. ലൈക്ക് നല്ല കമ്പനിയുടെ പീക്ക് ടൈമിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസും ബെറ്റർ സാലറി കൊടുക്കുക നിൽക്കണം. കമ്പനി കുറച്ച് ഡൗൺ ആയിരിക്കുമ്പോൾ അവരോട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവിടെ സാലറിയിൽ ഇൻക്രിമെൻറ്റേഷൻ കൊടുക്കലാവില്ല. എംപ്ലോയീസിന് അവിടെ തന്നെ വേണ്ടി വരുന്ന ഇന്നർ ലെവലിൽ ചെയ്യാവുന്ന മോട്ടിവേഷൻസ് ആയിക്കാണ് ചെയ്യേണ്ടാവും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് മോട്ടിവേഷൻ ആവാം, നെഗറ്റീവ് മോട്ടിവേഷൻ ആവാം. പോസിറ്റീവ് ആയിട്ടാവുമ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ കുറച്ചും കൂടി കോപ്പറേഷൻ കൂടും, ഹാപ്പിനെസ് കൂടും. നെഗറ്റീവ് മോട്ടിവേഷനിൽ ഒരിക്കലും അവർ ആ ഒരു ഫിയർ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫിയർ കാരണം കൊണ്ടായിരിക്കും ആ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ജോലി പോവുമോന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് പേടിച്ചിട്ട് ചെയ്യണോ, ലൈക്ക് ജോലിയിൽ നമ്മളില്ല പൊസിഷൻ ഒന്നും കൂടി ഡൗൺ ആയിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ആ ഒരു മോട്ടിവേഷനിൽ വരുമ്പോൾ ആ എംപ്ലോയീസ് വർക്ക് ചെയ്യാന്നുള്ളത്. സോ മോട്ടിവേഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് മോട്ടിവേഷനും ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ട്.
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഓൾറെഡി പറഞ്ഞ മെയിൻ ആയിട്ട് 2 ടൈപ്പ് അല്ലത് പോസിറ്റീവ് മോട്ടിവേഷനും ഉണ്ട് നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ട് ഓക്കെ മാനേജേഴ്സ് എന്ത് ചെയ്യും ഏതൊരു മാനേജേഴ്സും അവരെ കൂടെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ സബോർഡിനേറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുള്ളൂ സോ മോട്ടിവേഷൻ മാനേജേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഹയർ ഓഫീസേഴ്സിന് ലോവർ എംപ്ലോയീസിന് പല രീതിയിൽ കൊടുക്കാം ഇൻസെൻറ്റീവ്സ് റിവാർഡ്സ് അല്ലെങ്കിൽ റെക്കഗ്നേഷൻ പ്രൊമോഷൻ അങ്ങനെയൊക്കെ കൊടുക്കുക അതല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക ഇൻ ദ ഫോം ഓഫ് ഇൻസ്റ്റിൽ ഫിയർ പേടിപ്പെടുത്തിക്കൊണ്ടാവാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം മെയിൻ ആയിട്ട് 2 ടൈപ്പിലാണ് മോട്ടിവേഷൻ വരുന്നത് പോസിറ്റീവ് മോട്ടിവേഷനും നെഗറ്റീവ് മോട്ടിവേഷൻ പോസിറ്റീവ് മോട്ടിവേഷനെ നമ്മൾക്ക് ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ എന്നും പറയാറുണ്ട് അതായത് റിവാർഡ്സ് കൊടുക്കുക ഇൻസെൻറ്റീവ് മോർ പേസ് കൊടുക്കുക റെക്കഗ്നേഷൻ കൊടുക്കുക പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ പോസിറ്റീവ് മോട്ടിവേഷൻ ആകുമ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാവും അതേപോലെ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആയിക്കാരം അവിടെ നമുക്ക് കാണാൻ കഴിയും പോസിറ്റീവ് മോട്ടിവേഷൻ നെഗറ്റീവ് മോട്ടിവേഷൻ പറയുന്നത് ഫിയർ മോട്ടിവേഷൻ എന്ന് പറയാറുണ്ട് അതിനെ ഫിയർ മോട്ടിവേഷൻ അവിടെ ട്രിഗർ ചെയ്യണ അല്ലെ ഫോഴ്സ് ചെയ്യണ ഫിയർ ആണ് അവരെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്ന ഫിയർ കൊണ്ടാണ് അല്ലാതെ ആ കമ്പനിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടല്ല അവർ ചെയ്യുന്നത് അവിടെ ഇവർ ഫിയർ ആവുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ജോലി പോവും അല്ലെങ്കിൽ ഡിമോഷൻ ചെയ്യും എന്നുള്ളതൊക്കെ പേടിച്ചിട്ടാണ് സോ അവിടെ വരുന്നത് എന്ന് പറയുന്നത് ഹാപ്പിനെസ് അല്ല ആംഗ്രിയും ഫ്രസ്ട്രേഷൻ ഒക്കെയാണ് അവിടെ വരുന്നത് ഓക്കെ ഇതാണ് പോസിറ്റീവ് മോട്ടിവേഷൻ നെഗറ്റീവ് മോട്ടിവേഷൻ ലാസ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഷോർട്ട് എസ്സേയിൽ അല്ലെങ്കിൽ ഷോർട്ട് ആൻസറിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 5 പോയിന്റ്സ് ആണ് നമുക്കിവിടെ പറയാനുള്ളത് ഫസ്റ്റ് പോയിന്റ് ഹൈ പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അറിയണം അവരെ മാക്സിമം എഫേർട്ടും കമ്പനിക്ക് വേണ്ടി കൊടുക്കും അതുവഴി കമ്പനിക്ക് മാക്സിമം റിസൾട്ടും കിട്ടും ഓക്കെ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് വിൽ പുട്ട് മാക്സിമം എഫേർട്ട് ഫോർ അച്ചീവിങ് കമ്പനിയുടെ ഗോള് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അവരെ ഫിസിക്കലി മെൻ്റലി അൺടാപ്ഡ് ആയിട്ടുള്ള എല്ലാ എഫേർട്സും ടാപ്പ് ചെയ്തെടുത്ത് അവർ മാക്സിമം പെർഫോമൻസ് കൊടുക്കുന്ന വഴി കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും ഹൈ പ്രൊഡക്ടിവിറ്റി ആവും ഹൈ പ്രൊഡക്ടിവിറ്റി വരുമ്പോൾ എന്താ ഉണ്ടാവുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും കമ്പനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ എംപ്ലോയീസിന് കുറച്ചും കൂടി ബെറ്റർ ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ കമ്പനിക്കും നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക കോസ്റ്റ് കുറക്കുക എംപ്ലോയീസും നല്ല രീതിയിൽ ഇൻസെൻറ്റീവ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇതാണ് ഹൈ പെർഫോമൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാറ് നെക്സ്റ്റ് പോയിന്റ് ലോ എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം ഓക്കെ ഈ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് അല്ലാത്തത് അതായത് നോൺ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവർ ബെറ്റർ പെർഫോമൻസ് കിട്ടുമ്പോൾ കമ്പനിയിൽ നിന്ന് ലീവ് ആവും എന്ന് പറഞ്ഞാൽ അവരെ ജോലി വിട്ടു പോകും കാരണം അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല അവിടുത്തെ കമ്പനിയിലെ പെർഫോമൻസ് അല്ലെങ്കിൽ കമ്പനി വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് അതേപോലെ ബെറ്റർ ജോബ് കിട്ടുമ്പോൾ അവർ വേറെ ജോലിക്ക് പോകണത് മാത്രമല്ല അവിടെ എല്ലാ എംപ്ലോയീസും കൂടുതൽ ആബ്സെൻറ്റീസ് ആവാൻ അല്ലെങ്കിൽ കൂടുതൽ ലീവ് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഓക്കെ അപ്പോൾ ലോ എംപ്ലോയി ടേൺ ഓവർ ആബ്സെൻറ്റീസ് എന്നുള്ള പോയിന്റ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ കമ്പനി ലീവ് ചെയ്യാനുള്ള സാധ്യത ലെഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ബെറ്റർ ഓഫർ കിട്ടുമ്പോൾ അതേപോലെ തന്നെ ആബ്സെൻറ്റീസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കമ്പനിയിൽ കൂടുതൽ ആ സ്ഥാനത്ത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ കമ്പനി തന്നെ തുടരാൻ കൂടുതൽ കാലം ആ കമ്പനിയിൽ നിൽക്കാൻ താല്പര്യപ്പെടും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ എംപ്ലോയീസ് ലീവ് എടുക്കാനുള്ള ചാൻസസും കുറവാണ് സോ ഈ മോട്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആബ്സെൻറ്റീസും ടേൺ ഓവറും ഒക്കെ എംപ്ലോയീസിൻ്റെ എണ്ണം കുറയും ആബ്സെൻറ്റീസും കൂടും എന്ന് പറയില്ലേ അത് കമ്പനിക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടാനാണ് സാധിക്കുന്നത് കാരണം എംപ്ലോയീസ് പോകും തോറും പുതിയ എംപ്ലോയീസിനെ അവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ് വീണ്ടും കൊടുക്കേണ്ടി വരും ഈ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ കമ്പനിക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റ് ആയിട്ട് മാറും എന്നാൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കൽ ട്രെയിൻ കൊടുത്തിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ആ എംപ്ലോയീസ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്കും അതിനനുസരിച്ചുള്ള ബെറ്ററാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് സോ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലോ എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസ് എന്ന് പറയും തേർഡ് പോയിന്റ് ബെറ്റർ ഓർഗനൈസേഷണൽ ഇമേജ്
എംപ്ലോയീസ് നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് ഓഫ് ബെറ്റർ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഫെസിലിറ്റീസിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഇമേജസും നല്ല രീതിയിൽ തന്നെ വളരും. എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ കമ്പനിക്ക് നല്ലൊരു ഇമേജ് വരും. ആ ബെറ്റർ അല്ലെ ക്വാളിറ്റി ലെവലിൽ അവരുടെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾറൗണ്ട് കമ്പനിയുടെ ഇമേജസും ഇൻക്രീസ് ചെയ്യാണ്. ഇൻഡസ്ട്രി ലെവലിലും കമ്പനിക്ക് നല്ലൊരു ഇമേജാണ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്. കമ്പനിയുടെ അകത്ത് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് എന്നുണ്ടെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ എംപ്ലോയീസിൽ ഉണ്ടെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് നല്ല മതിപ്പായിരിക്കും അവർ എംപ്ലോയറെ കുറിച്ച്. എംപ്ലോയീസും എംപ്ലോയറും നല്ല രീതിയിൽ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അവർക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാ ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് വരും. അത് ഇൻഡസ്ട്രിയൽ ആ ഒരു റിലേഷൻഷിപ്പ് കമ്പനിയുടെ ബെറ്റർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. ലാസ്റ്റ് അക്സെപ്റ്റബിലിറ്റി ടു ചേഞ്ചസ്. അതായത് കമ്പനി എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ സോഷ്യൽ സർക്കംസ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ നിലനിൽപ്പ്. ഈ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ സിറ്റുവേഷനോ അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ കമ്പനിയിലും ആ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവർ ഈ ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. കാരണം അവരെ ജോലിയെ ബാധിക്കുമോ അവർക്ക് കിട്ടുന്ന ശമ്പളത്തെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ വെച്ചിട്ട്. പക്ഷേ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫിയർ ഉണ്ടാവില്ല, അവരെ ജോലിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഫിയർ ഉണ്ടാവില്ല. ആ ഒരു സർക്കംസ്റ്റൻസസ് എന്താണെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഫേസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാവും എംപ്ലോയീസ് നോക്കുക. അപ്പോൾ പുതിയ ചേഞ്ചസിനെ പോസിറ്റീവായിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് ആ ചേഞ്ചസിനെ വെൽക്കം ചെയ്യാൻ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കും. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ മോട്ടിവേഷൻ എന്താ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.